എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കാട് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പഴമാണ് വേണ്ടത്, ഏത്തപ്പഴം. ഒരുമാതിരി പഴുത്ത പഴം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ആദ്യമേ തന്നെ നമുക്ക് ഈ മുട്ടയും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഏലക്കാപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് അലുത്ത് കിട്ടിയാൽ മതി, പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം പഴം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് പഴുത്ത് പോയാലും ഒരു ടേസ്റ്റ് മാറിയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഒരുമാതിരി നന്നായിട്ട് പഴുത്ത പഴം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇച്ചിരി കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇത്തിരി ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് ഇനി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കുക. തീരെ കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് തീ കൂട്ടി വെക്കുകയൊന്നും വേണ്ട, കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു സൈഡ് ഏകദേശം ഒന്നായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകണ്ട കേട്ടോ. ഏകദേശം ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പിന്നെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് അധികം വെന്ത് പോകണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയും മുട്ടയും കൂടെയുള്ള ആ മിക്സിൻ്റെ നടുക്കിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു ബോക്സ് പരുവത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒത്തിരി അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഹാർഡായിപ്പോവും, അതുകൊണ്ടാണ് കംപ്ലീറ്റ് വേകണ്ടെന്ന് പറഞ്ഞത്. ഇതുപോലെ ഒന്ന് മടക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടു പോകത്തൊന്നുമില്ല, അങ്ങനെ ഒട്ടിയിരുന്നോളും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം നമ്മൾ തീ ഒരുപാട് കൂട്ടി വെക്കില്ല കേട്ടോ, കുറച്ച് തീ വെക്കണം, എന്നാലേ അകത്ത് ആ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിത് എടുത്ത് മാറ്റാം. പിന്നെ ഇതുപോലെ ഗീ ആണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് കുറച്ച് ഗീ സൈഡിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ ഗീ ആകുമ്പോൾ എല്ലാവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവില്ല, ബട്ടറിനെക്കാട്ടി ഗീ ആയിരിക്കും എല്ലാവരുടെ അടുത്തുള്ളതല്ലേ. അപ്പോൾ ആ ഗീ വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ രണ്ടും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ. പിന്നെ ഏലക്കായുടെ പൊടി ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലേ. ഈ പഴമൊക്കെ എപ്പോഴും ഒരേ രീതിയിൽ പിള്ളേർ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.